ഹലോ ഗൈസ്. സോ ഇന്ന് ഞാൻ ഒരു ചെറിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലൈക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാവരും അവരുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോസ്, ലൈക്ക് കുറേ ഇൻഫ്ലുവൻസ് നമ്മളിപ്പോൾ കാണുന്ന യൂട്യൂബിൽ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അധികം ആൾക്കാരും ലൈക്ക് സെലിബ്രിറ്റീസ് അവരൊക്കെ അവരുടെ ഹോസ്പിറ്റൽ ബാഗ് അവരെന്തൊക്കെ കൊണ്ടുപോയി കുഞ്ഞിന് വേണ്ടുന്നതും അമ്മക്ക് വേണ്ടുന്നതും ലൈക്ക് പാക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രഗ്നന്റ് ആയ ടൈം മുതൽ നമ്മളും ഇങ്ങനത്തെ ഒക്കെ ആലോചിച്ച് തുടങ്ങുന്നത്. അപ്പൊ ഞാനും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടംപോലെ കാണുമായിരുന്നു. ലൈക്ക് ഐ യൂസ് ടു ലവ് വാച്ചിങ് സച്ച് വീഡിയോസ്. അപ്പോൾ ഞാനും ലൈക്ക് ഐ യൂസ് ടു തിങ്ക് ലൈക്ക് ഐ ഷുഡ് ബൈ ദിസ്, ഐ ഷുഡ് ബൈ ദാറ്റ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങണം അത് ഇത് എന്നൊക്കെ ഞാനും വിചാരിക്കുമായിരുന്നു. അപ്പം ഫൈനലി എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യേണ്ട ഒരു ടൈം വന്നപ്പോൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. കുറേ കാര്യങ്ങൾ നമ്മൾ വീഡിയോസ് നോക്കിക്കഴിഞ്ഞ് ശരിക്കും നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം ഇന്ന സാധനം വേണം അല്ലെങ്കിൽ ഇന്ന സാധനം വേണ്ട എന്നൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷനാണ്. അപ്പൊ അങ്ങനെ ഞാനും കുറേ നോക്കി കുറേ റീസെന്റ് ഡെലിവറി കഴിഞ്ഞ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കും, പിന്നെ അല്ലാണ്ട് ഇങ്ങനത്തെ വീഡിയോസ് കാണും, പിന്നെ അല്ലാണ്ട് ഓരോ സാധനത്തിന്റെ യൂസസ് നോക്കും. അങ്ങനെയെല്ലാം നോക്കി ഫൈനലി ഞാൻ ഒരു ചെറിയ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചു ഇങ്ങനെ ബാഗിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഞാൻ കൊണ്ടുപോയ സാധനങ്ങള്, എനിക്ക് യൂസ്ഫുൾ ആയ സാധനങ്ങള്, പിന്നെ ഭയങ്കര ഒരു ബഡ്ജറ്റ്, ഒരുപാട് ബഡ്ജറ്റ് ഇടാതെ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് വിച്ച് ഇസ് ലൈക്ക് ഇമ്മീഡിയറ്റ്ലി റിക്വയർഡ്. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ആ ഒരു ഫ്യൂ ഡേയ്സ് അല്ലെങ്കിൽ വീട്ടിൽ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ കൂട്ടി വീട്ടിലേക്ക് വന്ന് ആ ഒരു ഇനീഷ്യൽ ഡേയ്സ് നമുക്ക് പെട്ടെന്ന് ഇപ്പം ഓർഡർ ചെയ്താൽ കിട്ടാത്ത അല്ലാണ്ട് അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പൊ പെട്ടെന്ന് നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊന്നും ആയിരിക്കില്ല. വിൽ ബി ടോട്ടലി ബിസി, ലൈക്ക് പുതിയൊരു അറ്റ്മോസ്ഫിയർ ആയിട്ട് സെറ്റപ്പായി വരണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ഹെൽപ്ഫുൾ. പണ്ടൊന്നും ഇങ്ങനെ ചെയ്യാറില്ല, ബട്ട് ഇറ്റ്സ് ഓൾവേസ് ഹെൽപ്ഫുൾ. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. അപ്പൊ അങ്ങനെ ഞാൻ നേരത്തെ വാങ്ങി റെഡിയാക്കി വെച്ച കുറച്ച് കാര്യങ്ങൾ, അതിന്റെ യൂസസ് അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത അതിന്റെ ഗുഡ് ആൻഡ് ബാഡ്, ലൈക്ക് പ്രോസ് ആൻഡ് കോൺസ്, അതൊക്കെ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ, എനിക്ക് അറിയാവുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഉള്ളൊരു കുഞ്ഞു വീഡിയോ അതാണിത്. ഓക്കെ, സോ നമുക്ക് ഞാൻ ഇവിടെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ലൈക്ക് ഇത് ഞാൻ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് എഴുതിയ ലിസ്റ്റാണ്. ഇതിൽ നോക്കിയിട്ട് ഓരോരോ സാധനങ്ങളായിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മസ്ലിൻ ജബ്ലാസ്. ജബ്ലാസ് വെച്ചാൽ ഇറ്റ്സ് ജസ്റ്റ് നോർമൽ മസ്ലിൻ ഡ്രസ്സസ്, കുഞ്ഞു കുപ്പായം, നോർമൽ കുഞ്ഞു കുപ്പായം. ഓക്കെ, അപ്പം ഇത് പണ്ടൊക്കെ യൂഷ്വലി ഗെറ്റ് ദാറ്റ് കെട്ടുടുപ്പ്, വെള്ള പ്ലെയിൻ കെട്ടുടുപ്പാണ് കിട്ടുക. അപ്പൊ ഇതിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊന്ന് ഇതിപ്പോ ഞാൻ പറഞ്ഞ മസ്ലിൻ ജബ്ലാസ്. വൺ തിങ് ഐ വുഡ് സജസ്റ്റ് ന്യൂ ബോൺസിന് എപ്പോഴും വാങ്ങുമ്പോൾ മസ്ലിൻ മെറ്റീരിയലിന്റെ ഡ്രസ്സസ് അല്ലെങ്കിൽ ക്ലോത്ത്സ് വാങ്ങുന്നതായിരിക്കും ബെറ്റർ. ഡ്രസ്സസ് മാത്രമല്ല, അവർക്ക് യൂസ് ചെയ്യുന്ന ടവൽസ് എല്ലാം മസ്ലിൻ്റെതാണെങ്കിലാണ് ബെറ്റർ, ബിക്കോസ് ഇറ്റ്സ് വെരി ലൈറ്റ് ഓൺ സ്കിൻ. അപ്പം കുഞ്ഞുങ്ങൾക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അപ്പം ജബ്ലാസിന്റെ ന്യൂ ബോൺസിന്റെ ജബ്ലാസിന്റെ മോഡലാണ് ഇത്. ദിസ് ഈസ് എ വെരി യൂസ്ഫുൾ തിങ്. പിന്നെ ഇതിൽ തന്നെ വേറൊരു സാധനം കൂടി, രണ്ട് ഓപ്ഷൻസ് വാങ്ങിയിരുന്നു. ഇത് നോർമൽ വൈറ്റ് തുണിയില് നോർമൽ കെട്ടുടുപ്പ് എന്ന് പറയും. ഇതിന്ന് വെച്ചാൽ ബട്ടൺസിന് പകരം ഫ്രണ്ടിൽ ഇങ്ങനെ കെട്ടേണ്ട സാധനമാണ്. ഇതിങ്ങനെ കെട്ടിയിടുക, ലൈക്ക് സ്ലീവ്ലെസ് തന്നെ, ബട്ട് ജസ്റ്റ് കെട്ടിയിടുക. ദാറ്റ് ഇസ് ഓൺലി ഡിഫറൻസ്. മെറ്റീരിയൽ ഡിഫറെന്റ് ആണ്. ഇത് കോട്ടൺ ആണ്, ദിസ് ഇസ് മസ്ലിൻ. ഇതും കംഫർട്ടബിൾ ഒക്കെ തന്നെയാണ്. ബട്ട് ദ ഓൺലി തിങ് ഐ ഫെൽറ്റ് ഇസ് ഇത് ഫ്രണ്ടിൽ കെട്ടുന്നതായതുകൊണ്ട് തന്നെ ഇവിടെ ഭാഗം ഇപ്പൊ നമ്മൾ കെട്ടിയിട്ടാലും ബാക്കിയുള്ള ഭാഗം ഓപ്പൺ ആയിരിക്കും. ആ കെട്ടിന്റെ ഇടയിലുള്ള ഭാഗം നമുക്ക് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് തണുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ചെസ്റ്റിന്റെ ഭാഗത്തൊക്കെ നമുക്ക് പെട്ടെന്ന് കാറ്റടിക്കും. ബട്ട് ഇതിന്റെ കേസിൽ അങ്ങനെയല്ല. ഇതിപ്പോ ബട്ടൺസ് വരുന്നതുകൊണ്ട് തന്നെ ഫുള്ളി അവിടെ സ്ട്രോങ് ആയിട്ട് ടൈറ്റ് ആയി നിൽക്കും. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കുഞ്ഞുങ്ങൾക്കും ഇട്ടു കൊടുക്കാനും നമുക്ക് എളുപ്പം, കെട്ട് അഴിഞ്ഞു പോകുന്ന പ്രശ്നമാകത്തൊന്നുമില്ല. ഇട്ടു കൊടുക്കാനും എളുപ്പമാണ്. പിന്നെ അവർക്ക് കംഫർട്ടബിളും ആയിരിക്കും, കുറച്ചുകൂടി അവർ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ കുറെ ക്യൂട്ട് പ്രിന്റ്സ് ഉള്ള പിന്നെ ജബ്ലാസിന്റെ ഓപ്ഷൻസ്, ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെ ഭയങ്കര റേറ്റ് ഒന്നും ഇല്ല. ഐ ഡോണ്ട് എക്സാക്ട്ലി റിമെമ്പർ ദ റേറ്റ്, ബട്ട് ഭയങ്കര കോസ്റ്റ്ലി ഒന്നുമല്ല. ഐ തിങ്ക് ഞാൻ ഒരു പെയർ ഓഫ് 5 അങ്ങനെയാണ് ഇനീഷ്യലി വാങ്ങിയത്. അങ്ങനത്തെ ഒരു 2 സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ,
ഓരോന്ന് പറഞ്ഞു പോകുന്ന സാധനങ്ങൾ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഓക്കെ, അപ്പൊ അത് ഫസ്റ്റ് ജവ്ലാസ്. പിന്നെ ഇനീഷ്യലി നമ്മൾ ആദ്യമൊക്കെ കുട്ടികൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. ഇനീഷ്യലി അവർ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും സ്കിൻ. അപ്പൊ നമ്മൾ അങ്ങനെ റഫായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റില്ല. അപ്പൊ നമ്മൾ ഇനീഷ്യലി ഇങ്ങനത്തെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഓക്കെ, ഇനി സ്വാഡിൽ. ഓക്കെ, സ്വാഡിലിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് നോർമൽ മസ്ലിന്റെ സ്വാഡിൽ ക്ലോത്ത് ആണ്. നല്ല ലെങ്ത് ആൻഡ് വിഡ്ത്ത് നല്ല വീതിയുള്ള സ്വാഡിൽ ക്ലോത്ത് ആണ്. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ഇറ്റ്സ് എ സ്ക്വയർ പീസ് ഓഫ് ക്ലോത്ത്. പിന്നെ ഇനീഷ്യലി ഫസ്റ്റ് ഫ്യൂ മന്ത്സ് ബേബീസിനെ എപ്പോഴും സ്വാഡിൽ ചെയ്ത് കിടത്തണം എന്നാണ് ഹോസ്പിറ്റൽസിനും അവർ അഡ്വൈസ് ചെയ്യുന്നത്. ബിക്കോസ് അവർക്ക് അമ്മേന്റെ വയറ്റിലാണെന്നുള്ളൊരു ആ ഒരു കംഫർട്ട് ആൻഡ് ഫീൽ, സേഫ് ഫീൽ കിട്ടാൻ എപ്പോഴും സ്വാഡ്ലിംഗ് നല്ലതാണ്. സോ ആൻഡ് സ്വാഡ്ലിംഗ് ചെയ്യുമ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുള്ള ക്ലോത്ത് യൂസ് ചെയ്യണം. ബിക്കോസ് വി ആർ കംപ്ലീറ്റ്ലി കുഞ്ഞാളെ നമ്മളതിൽ പൊതിഞ്ഞു വെക്കുക. അപ്പം നല്ല ബ്രീത്തബിളും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ അവർക്കും അത്ര ഒരു സുഖം ഉണ്ടാവില്ല, അവർക്ക് ഉറങ്ങാനും പറ്റില്ല. അപ്പം എപ്പോഴും മസ്ലിൻ തന്നെയാണ് അതിനും ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ സ്വാഡ്ലിംഗ് ഇവന്റെ കേസ് പറയുകയാണെങ്കിൽ അതിന് മുന്നേ ഇപ്പം ഇത് നോർമൽ ക്ലോത്തിന്റെ സ്വാഡിൽ ക്ലോത്ത് ആണ്. പിന്നെ അതല്ലാതെ ഇപ്പൊ നമുക്കൊരു വെൽക്രോന്റെ സ്വാഡിൽ കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് എനിക്ക് അത്ര ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നില്ല. ബിക്കോസ് ഹി വാസ് എ വെരി തിൻ ബേബി, ചെറിയ കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് അവൻ ഈസിലി ഫിറ്റ് ആവുന്നില്ലായിരുന്നു. ദർ വാസ് എ ലോട്ട് ഓഫ് എക്സ്ട്രാ സ്പേസ് ഫോർ ഹിം. ചന്തുവിന് നോക്കുന്ന സമയത്ത് നമുക്ക് കുറെ എക്സ്ട്രാ സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ അവൻ കറക്റ്റ് ഫിറ്റ് ആവാത്തതുകൊണ്ട് ഇതിന് ആ ഒരു സ്വാഡിന്റെ ഒരു ടൈറ്റ്നെസ് കിട്ടുന്നുണ്ടായില്ല. സോ ഇനിഷ്യലി ഇതെനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ടില്ല ഈ വെൽക്രോന്റെ സ്വാഡിൽ. ഇത് ഐഡിയലി പറയുന്നത് എന്താ വെച്ചാൽ ഇതിനെ പോലെ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ കൈയൊക്കെ ആക്കി കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് വരില്ല. റിമെയിൻ ടൈറ്റ് ഓവർ ദർ. അത് എനിക്കൊന്ന് കുറച്ചൊരു തടിയും ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിലായിരിക്കും ഇതിന്റെ അകത്ത് കറക്റ്റ് ഫിറ്റ് ആയി നിൽക്കുക. ഇറ്റ്സ് ഓൾവേസ് എ ഗുഡ് ഓപ്ഷൻ. വെൽക്രോ ഉള്ളത് കൊണ്ട് തന്നെ അഴിഞ്ഞു വരില്ല. ബട്ട് എന്റെ കേസിൽ ഇതാണ് എനിക്ക് വർക്ക് ആയത്. ഓക്കെ, അപ്പോ അത് രണ്ടാമത്തെ കാര്യം. പിന്നെ ഫേസ് ടവൽസ്. സെയിം മസ്ലിൻ തന്നെയാണ് ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങിയത്. ഇത് കുഞ്ഞു ഫേസ് ടവൽസ്. ഇത് അവർക്കിപ്പം നമുക്ക് ബർബ് ക്ലോത്ത് ആയിട്ടോ അവരെ വായ തുടച്ചു കൊടുക്കാനും കൈ തുടച്ചു കൊടുക്കാനും ഫേസ് വാഷ് മീൻസ് ഇനീഷ്യലി ഒക്കെ നമ്മൾ അങ്ങനെ കുളിപ്പിക്കില്ലല്ലോ ഹോസ്പിറ്റലിൽ. അപ്പൊ ഇനീഷ്യലി വെള്ളത്തിൽ മുക്കി തുടച്ചു കൊടുക്കാനും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടവൽസ് യൂസ് ചെയ്യാം. അത് ആയി. പിന്നെ ബാത്ത് ടവൽ. ബാത്ത് ടവൽ ഇതും മസ്ലിൻ തന്നെയാണ് ഞാൻ വാങ്ങിയത്. ഇത് പെയർ ഓഫ് 2 എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. നല്ല മെറ്റീരിയൽ മസ്ലിൻ നല്ലൊരു ഓപ്ഷൻ ആണ് ഇത്. ഇത് മറ്റേതൊന്നും പോലെ സിംഗിൾ ലെയർ മസ്ലിൻ അല്ല. ഇത് ഐ തിങ്ക് 2-3 ലെയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാത്ത് ടവലായിട്ട് യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ അങ്ങനെ ഒരു വലിയൊരു ഡാമേജോ അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പൊ റെഗുലർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വലിയൊരു ഡാമേജോ ഒന്നും സംഭവിച്ചിട്ടില്ല. നല്ല മെറ്റീരിയൽ ആണ് മസ്ലിന്റെ ബാത്ത് ടവൽസ്. ഇത് 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾട്ടർനേറ്റ് ആയിട്ട് യൂസ് ചെയ്തു. ഓക്കെ, പിന്നെ വൈപ്സ്. വാട്ടർ വൈപ്സ് ആണ് ഇപ്പൊ മോസ്റ്റ്ലി ഡോക്ടേഴ്സും എല്ലാം സജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മദർ സ്പർഷിന്റെ ഈ വാട്ടർ വൈപ്സ് ആണ് ഞാൻ വാങ്ങിയത് മോന് വേണ്ടിയിട്ട്. വൈപ്സ് എപ്പോഴും ഇറ്റ്സ് എ ഗുഡ് ഇൻവെസ്റ്റ്മെന്റ്, നല്ലത് തന്നെയാണ്. ബട്ട് എ ബിറ്റ് ഓവർ പ്രൈസ്ഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് അത് മാത്രമല്ല, വൈപ്സ് ഉണ്ടെങ്കിൽ വൈപ്സ് മാത്രം നമുക്ക് മതിയാവില്ല. ബിക്കോസ് എനിവേസ് ഇപ്പോൾ വൈപ്സ് വെച്ച് തുടച്ച് കളഞ്ഞാലും നമ്മൾ വാം വാട്ടറും നോർമൽ ക്ലോത്തും വെച്ചിട്ട് ഇപ്പൊ മെയിൻ ആയിട്ട് വയറ്റിന്ന് പോയതും ഒക്കെ ക്ലീൻ ചെയ്യാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മൾ ജസ്റ്റ് വൈപ്സ് കൊണ്ട് തുടച്ചത് കംപ്ലീറ്റ്ലി ക്ലീൻ ആവില്ല. എന്നാലും നമ്മൾ വാട്ടറും മറ്റേത് വെച്ച് ക്ലീൻ ചെയ്യണം. ബട്ട് സ്റ്റിൽ വൈപ്സ് വെച്ചൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളം വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഇറ്റ്സ് ലിറ്റിൽ മോർ ക്ലീനർ. അതുകൊണ്ട് ഇറ്റ്സ് വൈപ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇനീഷ്യൽ ഡേയ്സിൽ എന്തായാലും ആവശ്യം വരും. ബിക്കോസ് ദേ ഫ്രീക്വന്റ്ലി ഡു പോട്ടി ആൻഡ് എവറിഥിങ്. അപ്പോൾ ഇനീഷ്യൽ ഡേയ്സിൽ ഇറ്റ്സ് വെരി യൂസ്ഫുൾ.
ഞങ്ങളും ഹോസ്പിറ്റലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇനീഷ്യലി ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ. അപ്പം ഇത് നല്ലൊരു ആവശ്യമുള്ള സാധനം തന്നെയാണ്. ബട്ട് ഇതിപ്പോ ഇറ്റ്സ് എ പാക്ക് ഓഫ് 72 വൈപ്സ് ആണ്. 299 rupees ആണ്. ബട്ട് പെട്ടെന്ന് തീർന്നു പോകും. കാരണം നമ്മളിപ്പം ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്കിത് ഒരുപാട് വാങ്ങി വെക്കേണ്ടി വരുന്ന ഒരു സാധനം. ഞാൻ തന്നെ ഇതൊരു ഐ തിങ്ക് 3rd പാക്ക് ഓർ സംതിങ്. ഇതിനെക്കാളും ഞാൻ ആക്ച്വലി വാട്ടർ വൈപ്സും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ വൈപ്സ് ഞാൻ ഫേസിലും അവിടെയൊന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഐ ഓൾവേസ് യൂസ് പ്ലെയിൻ വാട്ടർ. എന്ത് വാട്ടർ വൈപ്സ് ആണെന്ന് പറഞ്ഞാലും ഐ നെവർ ഫെൽറ്റ് ദാറ്റ് സേഫ്. എന്തായാലും അതിൽ ഫേസിൽ നമ്മൾക്ക് അത്ര ഒരു ധൈര്യം വരില്ല യൂസ് ചെയ്യാൻ. ഞാനിത് മെയിൻലി യൂസ് ചെയ്യുന്നത് പോട്ടി ക്ലീൻ ചെയ്യാനും സുസു ക്ലീൻ ചെയ്യാനും മാത്രമാണ്. അപ്പോൾ ഞാൻ വാട്ടർ വൈപ്സും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നോർമൽ അല്ലാണ്ടുള്ള ഹിമാലയൻ്റെതും പോപ്പീസിൻ്റെതൊക്കെ വൈപ്സ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി അത് കൊണ്ടാണ് കുറച്ചുകൂടി ക്ലീൻ ആവുന്നത് ഈസിലി. ബിക്കോസ് എനിക്ക് തോന്നുന്നത് കുറച്ചൊരു സോപ്പി ടെക്സ്ചർ ഉള്ള വൈപ്സ് ആണ്. ഇത് പ്ലെയിൻ വാട്ടർ വൈപ്സ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ കൊണ്ടാണ് കുറച്ചുകൂടി ഈസിയർ ആയിട്ട് ക്ലീൻ ആവുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. ഡിപ്പെൻഡ്സ്. വൈപ്സ് എന്തായാലും ഒരു പാക്കറ്റ് വെക്കണം. ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. ഓക്കെ. പിന്നെ ലോണ്ടറി ഡിറ്റർജന്റ്. ഇത് ഞാൻ ഫസ്റ്റ് വാങ്ങി. ബിക്കോസ് ഇനീഷ്യലി നമ്മൾ കുഞ്ഞിന് വേണ്ടി തുണിയെല്ലാം വാങ്ങുന്ന സമയത്ത് തന്നെ എല്ലാം ഒരിക്കൽ വാഷ് ചെയ്തിട്ട് വേണമല്ലോ യൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മളുടെ നോർമൽ ലൈക്ക് അഡൽട്സിന്റെ ഡിറ്റർജന്റ് അവർക്ക് സ്കിൻ ഫ്രണ്ട്ലി അല്ല. ഇറ്റ്സ് നോട്ട് സ്കിൻ ഫ്രണ്ട്ലി ഫോർ കിഡ്സ് അല്ലെങ്കിൽ ന്യൂ ബോൺസ്, എസ്പെഷ്യലി ന്യൂ ബോൺസ്. ബിക്കോസ് അവരുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. പിന്നെ ഗ്രാജുവലി നമുക്ക് കുറച്ച് വലുതൊക്കെ ആയി കഴിഞ്ഞാൽ യൂസ് ചെയ്യാമായിരിക്കും, അറിയില്ല. ബട്ട് ഇനീഷ്യലി ഐ ഓൾസോ ഫെൽറ്റ് ഇറ്റ്സ് ബെറ്റർ ടു ഗെറ്റ് എ ബേബി ഫ്രണ്ട്ലി ഡിറ്റർജന്റ്. അപ്പൊ ഞാൻ ഇതും മദർ സ്പെഷിന്റെ പ്ലാൻ പവേർഡ് ലോണ്ടറി ഡിറ്റർജന്റ് ആണ് യൂസ് ചെയ്തത്. നല്ല ലൈക്ക് നെഗറ്റീവ് പറയാനൊന്നുമില്ല. ലൈക്ക് നത്തിങ് സ്പെഷ്യൽ ഓൾസോ. ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. ഇറ്റ്സ് ഗുഡ്. ലൈക്ക് ബട്ട് പ്ലാൻ പവേർഡ് ആണെന്ന് പറയുന്നത് ലൈക്ക് ഇറ്റ്സ് കെമിക്കൽ ഫ്രീ എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോ പ്യുവർ വാട്ടർ വൈപ്സ് ഈ ബ്രാൻഡിന്റെ വാങ്ങിയതുകൊണ്ട് സെയിം ഈ ബ്രാൻഡിന്റെ തന്നെ ഇത് വാങ്ങിയേ ഉള്ളൂ. ലൈക്ക് ദർ ആർ എ ലോട്ട് ഓഫ് അതർ ഓപ്ഷൻസ് ആസ് വെൽ. ബട്ട് ഐ വുഡ് സജസ്റ്റ് കുട്ടികളുടെ ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ ഇനിഷ്യലി കുറച്ച് നാളെങ്കിലും നമ്മൾ ഈ ഡിറ്റർജന്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ. പിന്നെ ഡ്രൈ ഷീറ്റ്സ്. ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ തിങ്. നമുക്കിപ്പോ കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പണ്ടൊക്കെ കിട്ടുന്ന ഡ്രൈ ഷീറ്റ്സ് ഭയങ്കര ഹെവി ആയിരിക്കും. റബ്ബർ ഷീറ്റ്സ് ആണ് പണ്ടെല്ലാം യൂസ് ചെയ്യുക. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് സാധനം. ആൻഡ് ഓൾസോ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനും വാഷ് ചെയ്യാനും എല്ലാം എളുപ്പമാണ്. ഇത് ഭയങ്കര ലവ് ലാപ്പിന്റെ പിന്നെ ഡ്രൈ ഷീറ്റ്സ് ആണ് ഞാൻ വാങ്ങിയത്. ഇതിന്റെ മൾട്ടിപ്പിൾ സൈസസ് അവൈലബിൾ ആണ്. ഞാൻ ഈ ചെറുതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോനെ എണ്ണയൊക്കെ തെപ്പിക്കാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിന്റെ ബിഗർ സൈസും വാങ്ങിയിട്ടുണ്ട്. ഡയപ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കാനൊക്കെ ഇത് തന്നെ ഇനഫ് ആണ്. സോ ഡ്രൈ ഷീറ്റ്സ് ഇതും എല്ലാം ലൈക്ക് മോസ്റ്റ് ഓഫ് ദി തിങ്സ് ഇതെല്ലാം ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ്. ഓക്കെ. ഇനി ലംഗോട്സ്. ഇത് സൂപ്പർ ബോട്ടംസ് എന്ന ബ്രാൻഡിന്റെ ലംഗോട്സ് ആണ്. ഇതെന്ന് വെച്ചാൽ ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമ്മൾ ഡയപ്പർ തന്നെയാണ് കെട്ടിക്കൊടുക്കുക. ബിക്കോസ് ഇനീഷ്യലി അവർക്ക് നല്ല ഉറക്കം കിട്ടണം. അപ്പോ നമ്മൾ ഇങ്ങനത്തെ ക്ലോത്ത് അല്ലെങ്കിൽ ലംഗോട്സ് സ്ഥിരം കെട്ടിക്കൊടുക്കുന്നത് നമ്മൾ ഇനീഷ്യലി ട്രൈ ചെയ്തിരുന്നു. ഫസ്റ്റ് ഒരു ഫ്യൂ ഡേയ്സ് വീട്ടിൽ വന്നതിന് ശേഷം ഒരു ഫ്യൂ ഡേയ്സ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്തിരുന്നു. ബട്ട് അവന് കണ്ടിന്യൂസ് സ്ലീപ്പ് കിട്ടാത്തൊരു പ്രശ്നം വന്നപ്പോഴാണ് ഡയപ്പറിലേക്ക് സ്വിച്ച് ചെയ്തത്. ഇനിഷ്യലി ഡയപ്പർ സെറ്റ് വാങ്ങി വെച്ചിരുന്നു ഒരു സേഫ്റ്റിക്ക് വേണ്ടി. ബട്ട് സ്റ്റിൽ ഇനിഷ്യലി യൂസ് ചെയ്യാൻ തുടങ്ങിയില്ല. വി വർ ട്രൈങ് ഔട്ട് ഹൗ ദിസ് വർക്ക്സ്. ബട്ട് അത്ര ഒരു ഇതായിരുന്നില്ല. ഈവൻ നൗ ഡയപ്പേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇപ്പൊ വൈകുന്നേരം കളിക്കുന്ന സമയത്തൊക്കെ ഡയപ്പർ ഫ്രീ ടൈം വേണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഫുൾ ടൈം ഡയപ്പർ കെട്ടിക്കൊടുക്കുന്നത് ഇറ്റ്സ് നോട്ട് എ വെരി ഗുഡ് ഓപ്ഷൻ.
കാരണം ഡയപ്പർ റാഷസും പിന്നെ അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ദിസ് ഇസ് എ വെരി ഗുഡ് മെറ്റീരിയൽ. അങ്ങനെ പെട്ടെന്ന് ഇതാവുന്നില്ല, നല്ല കെട്ടിക്കൊടുക്കാനും എല്ലാം എളുപ്പം. നോർമൽ നമ്മൾ തുണി കെട്ടിക്കൊടുക്കുന്നതിനേക്കാളും എളുപ്പമാണ്, ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് ഓൾ ദീസ് ത്രെഡ്സ് ആൻഡ് എവറിഥിങ്. ആൻഡ് ഇവിടെ ആ ത്രെഡ് ഇട്ടിട്ട് കെട്ടാനുള്ള നോട്ട്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി ഗുഡ്. അപ്പം ഇതിൻ്റെ ഒരു ഐ തിങ്ക് there are multiple options available. Set of, I think I got a set of 6 or something. അങ്ങനത്തെ 2 സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് എ ഗുഡ് തിങ്. ഓക്കെ, ദെൻ ക്ലോത്ത് ഡൈപ്പേഴ്സ്. അപ്പോൾ ക്ലോത്ത് ഡൈപ്പേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഈ ഒരെണ്ണമാണ് വാങ്ങി വെച്ചത്. ഇത് ന്യൂ ബോൺസിന്റെ സൂപ്പർ ബോട്ടംസിന്റെ തന്നെ ക്ലോത്ത് ഡൈപ്പേഴ്സ് ആണ് വരുന്നത്. ഇതിന്റെ അകത്ത് ഇങ്ങനെ ഒരു തുണി വരുന്നുണ്ട്. ഓക്കെ, ഇത് ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ പ്രസ് ബട്ടൺസ് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാല് പിന്നെ ഇതിന് വെൽക്രോ ഉണ്ട്. അപ്പൊ നോർമൽ മറ്റേ ഡയപ്പർ കെട്ടിക്കൊടുക്കുന്ന പോലെ തന്നെ നമുക്കിത് കെട്ടിക്കൊടുക്കാം. ബട്ട് ഇനീഷ്യലി അവൻ ഇത് ഭയങ്കര ലൂസ് ആയിരുന്നു, അരയിൽ ഭയങ്കര ലൂസ് ആയിരുന്നു. സോ അത് ഊരി വരുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്ര ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ റീസെന്റ് ഒരു 1 മന്ത് പകുതി ഏകദേശം ആയപ്പോൾ നമ്മളിത് യൂസ് ചെയ്ത്, അല്ല ഒരു സെക്കൻഡ് മന്ത് ഒക്കെ സ്റ്റാർട്ട് ആയപ്പോൾ നമ്മളിത് യൂസ് ചെയ്ത് തുടങ്ങി. അത്ര ഒരുപാട് ഇവര് പറയുന്നത്ര ഒരു 2-3 യൂറിൻ അങ്ങനെയൊന്നും നിൽക്കുന്നില്ല. അവന് നമ്മൾ 2 പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ ഇതിൽ ലീക്കായി. കുഡ് ബി ബിക്കോസ് ചിലപ്പോൾ സൈസ് ചെറുതായി പോയതുകൊണ്ടായിരിക്കാം. ഞാൻ അതിന് ശേഷം വേറെ വാങ്ങി നോക്കിയിട്ടില്ല. ബട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഭയങ്കര സ്കിൻ ഫ്രണ്ട്ലി ആണ്. എനിക്ക് കംപ്ലീറ്റ്ലി ഇതിലേക്ക് സ്വിച്ച് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ബട്ട് ലേറ്റർ ഓൺ വിൽ ട്രൈ ലേറ്റർ ഓൺ. ഇപ്പൊ ഏതായാലും നോർമൽ ഡയപ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഐ വുഡ് സേ ഇഫ് പോസിബിൾ ഗെറ്റ് വൺ, ജസ്റ്റ് ഗെറ്റ് വൺ, ഡോണ്ട് ഗെറ്റ് ടു മെനി, ബിക്കോസ് കുട്ടികൾക്കും അത് എത്രത്തോളം വർക്ക് ആവുമെന്ന് അറിയില്ല. ഐ തിങ്ക് ഇറ്റ്സ് ഫോർ ദിസ് വൺ കോസ്റ്റ് അറൌണ്ട് 499 or something. അപ്പോൾ കോസ്റ്റ്ലി ആണ്. സോ ഒരു ഡയപ്പറിന് 499 എന്ന് പറയുമ്പോൾ because it's washable, അതുകൊണ്ട് it's okay. ബട്ട് കുഞ്ഞിക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്ഷൻ, ബിക്കോസ് സ്കിൻ ഫ്രണ്ട്ലി ആണ്. മറ്റേ ഡയപ്പർ പോലെ ഡയപ്പർ റാഷസും സംഭവങ്ങളും ഒന്നും വരില്ല. പക്ഷെ ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് അറിയില്ല. സോ ഇനിഷ്യലി ട്രൈ, ജസ്റ്റ് ഗെറ്റ് വൺ ആൻഡ് ട്രൈ. ഇഫ് ഇറ്റ്സ് വർക്കിംഗ് ദെൻ ഗെറ്റ് മോർ. ഓക്കെ, ദെൻ പിന്നെ ബേബി റാപ്പർ. ഇത് സെയിം മസ്ലിന്റെ തന്നെ ബേബി റാപ്പ് ആണ്. ലൈക്ക് കുഞ്ഞിനെ ഇങ്ങനെ പൊതിഞ്ഞിട്ടൊക്കെ നമുക്ക് എടുക്കാം വിത്ത് എ ക്യാപ്. ഇറ്റ്സ് ഓൾസോ വെരി ഗുഡ് യൂസ്ഫുൾ തിങ്. നമുക്ക് അവരെ ലൈക്ക് പൊതിഞ്ഞിട്ടൊക്കെ എവിടെയെങ്കിലും എടുത്തിട്ട് പോകാനൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. പിന്നെ ദെൻ പിന്നെ വീട്ടിൽ നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ച സാധനം വൈറ്റ് ക്ലോത്ത്സ്. പണ്ടത്തെ നമ്മള് മുണ്ടൊക്കെ ഉണ്ടാവില്ലേ, അതിനെ കൊണ്ട് കട്ട് ചെയ്തിട്ട് സ്ക്വയർ പീസസിൽ കട്ട് ചെയ്ത് അറ്റം സ്റ്റിച്ച് ചെയ്തിട്ട് കുറെ ഇതുപോലത്തെ വൈറ്റ് ക്ലോത്ത്സ് റെഡിയാക്കി വെച്ചിരുന്നു. ദാറ്റ് ബി വെരി യൂസ്ഫുൾ. സോ മേക്ക് ഷുവർ യു കീപ് ദാറ്റ്. ഇത് ഐ തിങ്ക് യു ക്യാൻ പർച്ചേസ് ഇറ്റ് ആസ് വെൽ, ബട്ട് ഐ നെവർ ഫെൽറ്റ് ദാറ്റ് ഇസ് നീഡഡ്, ബിക്കോസ് ഈസിലി വീട്ടിൽ റെഡിയാക്കാൻ പറ്റുന്ന സാധനമാണല്ലോ. സോ വൈറ്റ് ക്ലോത്ത്സ് ആസ് മെനി ആസ് പോസിബിൾ വെച്ചോളൂ, ബിക്കോസ് പെട്ടെന്ന് അവർക്ക് വേണ്ടി വിരിക്കുന്ന പ്ലേസിലും അങ്ങനെയൊക്കെ മാറ്റേണ്ടി വരും. സോ ഇത് കുറെ ഉണ്ടായാൽ അത്രയും നല്ലത്. ഓക്കെ, പിന്നെ വാങ്ങിയ സാധനമാണ് 2 റോംപേഴ്സ്. ഇനിഷ്യലി 2 വാങ്ങിയിട്ടുള്ളൂ, ബിക്കോസ് എത്രത്തോളം യൂസ്ഫുൾ ആവും എന്ന് അറിയില്ല. ബിക്കോസ് ഇനിഷ്യലി ഡെലിവറി ടൈമിൽ ഇവിടെ നല്ല ചൂടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഒബ്വിയസ്ലി വരില്ലല്ലോ. ബട്ട് ലാസ്റ്റ് ഡേയ്സിൽ എനിക്ക് തോന്നി ജസ്റ്റ് 2 വാങ്ങി വെക്കാമെന്ന് തോന്നിയതുകൊണ്ട് 2 വാങ്ങി വെച്ചതാണ്. റോംപേഴ്സ് അല്ലെങ്കിൽ വൺസീസ് വിത്ത് എ ക്യാപ്പ് ആൻഡ് ലൈക്ക് ലെഗ്സ് ആൻഡ് ഓൾ കവേർഡ്. ഇത് 2 ഞാൻ വാങ്ങി വെച്ചത് ഇനിഷ്യലി. ഇത് 2 ഇത് രണ്ടും ന്യൂ ബോൺ തന്നെ 0 to 3 months ആണ്. പിന്നെ ന്യൂ ബോണിന്റെ ഇതിന് ഫ്രണ്ടില് പ്രസ് ബട്ടണാ വരുന്നത്. ലെഗ്സിന്റെ അവിടത്തോളം പ്രസ് ബട്ടൺ ഉണ്ട്. സോ ഇട്ട് കൊടുക്കാനൊക്കെ എളുപ്പമാണ്, ഒരു പ്രശ്നവുമില്ല. രാത്രി തണുപ്പൊക്കെ ഉള്ള സമയത്ത് ഇറ്റ്സ് വെരി ഗുഡ്, നല്ലൊരു ഓപ്ഷൻ ആണ്. പിന്നെ അതേപോലെ ഇത് ഒരുപാട് വാങ്ങി വെക്കരുത്, ബിക്കോസ് ദി ഗ്രോ വെരി ഫാസ്റ്റ്. ഇതിൽ തന്നെ ഇപ്പം ഈ സാധനം അവന് കയറുന്നില്ല. സോ
അത്രയും യൂസ് ചെയ്തിട്ടില്ല, ഒരുപാടൊന്നും യൂസ് ചെയ്തിട്ടില്ല. സോ ഗെറ്റ് 1 or 2 or 3 മാക്സിമം. ഒരുപാട് വാങ്ങി വെക്കണ്ട, ബിക്കോസ് ഇറ്റ് ജസ്റ്റ് ഔട്ട്ഗ്രോ വെരി ക്വിക്ലി. ബട്ട് ഇറ്റ്സ് ബെറ്റർ ടു ഗെറ്റ് വൺ, ബിക്കോസ് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് നോക്കുന്ന സമയത്ത് നല്ല മഴയാണ്. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ലൈക്ക് രാത്രിയൊക്കെ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു കീപ് ദം ഫുള്ളി കവേർഡ്. അവർക്കും നല്ല സുഖമായിരിക്കും ഉറങ്ങാൻ. ആൻഡ് ഓൾസോ ലൈക്ക് ഭയങ്കര ചൂടും എടുക്കില്ല, ബിക്കോസ് ഇറ്റ്സ് പ്രോപ്പർ പ്യുവർ കോട്ടൺ. അതുകൊണ്ട് ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. അപ്പോൾ ഐ തിങ്ക് ക്ലോത്ത് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന മെറ്റീരിയൽസും അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ വാങ്ങിയ ഒരു സാധനം എന്ന് പറയുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയ ഒരു സാധനമാണ് ഇത്, ഫീഡിങ് പില്ലോ. ഇത് ഏത് ബ്രാൻഡ്, ടോയ്സിലോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. സം റാൻഡം ബ്രാൻഡ്, ഐ ഹവ് നോട്ട് ഹേർഡ് മച്ച് അബൌട്ട് ഇറ്റ്. ബട്ട് ഫീഡിങ് പില്ലോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈഫ് സേവർ ഗൈസ്. എന്തായാലും ലൈക്ക് മോംസ് വാങ്ങി വെക്കേണ്ട ഒരു സാധനമാണ് ഫീഡിങ് പില്ലോ. ബിക്കോസ് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇത് വെച്ചിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ വെൻ യു ഗെറ്റിംഗ് വൺ, ഓൾവേസ് മേക്ക് ഷുവർ യു ഗെറ്റ് വൺ വിത്ത് എ ബെൽറ്റ്, ലൈക്ക് ദിസ് ക്ലിപ്പ് അറ്റ് ദി ബാക്ക് വിച്ച് ക്യാൻ ബി ഈസിലി റിമൂവബിൾ. ബിക്കോസ് ഇതിൽ തന്നെ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്, വൺ വിത്ത് ക്ലിപ്പ് ആൻഡ് വിത്തൗട്ട് ക്ലിപ്പ്. വിത്തൗട്ട് ക്ലിപ്പ് ആണെങ്കിൽ ഇത് ഈസിലി ഊരിപ്പോവും, നമുക്ക് ആ ഒരു ഫിക്സ് ചെയ്ത സ്ഥലത്ത് നിൽക്കില്ല. ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യാം. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തന്നെ ഇടാൻ പറ്റും. ബാക്കിലാണ് ക്ലിപ്പെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ചു വെച്ചാൽ മതി, ഇല്ല കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമുക്ക് ബേബീനെ ഈസിലി ഇങ്ങനെ വെച്ചിട്ട് ഫീഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നോർമൽ പില്ലോസ് വെക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, നോർമൽ പില്ലോസ് കുഞ്ഞിന്റെ വെയിറ്റ് അല്ലെങ്കിൽ വരുമ്പോൾ നമ്മളെ കൈ തട്ടി പോകുമ്പോൾ അത് പെട്ടെന്ന് താഴെ വീഴും. ഇതിന് ഈ ബെൽറ്റ് ഉള്ളതുകൊണ്ട് തന്നെ, ഈ ക്ലിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റഡി ആയി നിന്നോളും. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഫീഡ് ചെയ്യാൻ. കുഞ്ഞിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, ഈ ഇവിടെയുള്ള സാധനം വീഴുമെന്നുണ്ടോ എന്നുള്ള ടെൻഷൻ വേണ്ട. അപ്പം അതൊരു കാര്യം. പിന്നെ ഫീഡിങ് പ്രോപ്പർലി നമ്മളെ സിറ്റിങ്ങും എല്ലാം കറക്റ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് ബാക്ക് പെയിനും അങ്ങനത്തെ പല ഇഷ്യൂസും വരാം. പിന്നെ ഇതേപോലെ സി സെക്ഷൻസ് കഴിഞ്ഞ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനീഷ്യലി കുറെ കണ്ടിന്യൂസ് ഇരുന്ന് ഫീഡ് ചെയ്യാന്നൊക്കെ പറയുന്നത്. അപ്പം ആ ഒരു കറക്റ്റ് പോസ്റ്ററിൽ കറക്റ്റ് സെറ്റപ്പിൽ ഇരുന്ന് ഫീഡ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സി സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിച്ചിന്റെ പെയിനൊക്കെ ഒരുപാട് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഇറ്റ്സ് എ ലൈഫ് സേവർ, ഇറ്റ്സ് എ വെരി ഹെൽപ്ഫുൾ തിങ്. സോ മേക്ക് ഷുവർ യു ഗെറ്റ് എ ഫീഡിംഗ് പില്ലോ. ആൻഡ് ഓൾസോ ഫീഡിംഗ് പില്ലോ വാങ്ങുന്ന സമയത്ത് ഐ തിങ്ക് ഇതിന്റെ സൈസ്, ലൈക്ക് ഐ ഹവ് നോട്ട് സീൻ മച്ച് സൈസ് ഡിഫറൻസസ് ഇൻ ദ ഫീഡിംഗ് പില്ലോ, ബട്ട് ചെറിയ ഫീഡിംഗ് പില്ലോസും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ദാറ്റ്സ് എസ്പെഷ്യലി ഫോർ ന്യൂ ബോൺസ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് മേക്ക് എനി സെൻസ്, ബിക്കോസ് എനിവേസ് കുട്ടികൾ ഒരു 5-6 months വരെയൊക്കെ എന്തായാലും ഫീഡിങ് ബ്രസ്റ്റ് ഫീഡിങ് മാത്രമാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഓൺലി വിൽ സ്റ്റാർട്ട് സോളിഡ്സ്. എന്തായാലും ഒരു 2 years വരെയെല്ലാം നമ്മൾ ഫീഡിങ് ചെയ്യുമല്ലോ. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഗെറ്റ് എ ബിഗർ വൺ സോ ദാറ്റ് യുവർ ബേബി ഫിറ്റ്സ് ഇൻ പ്രോപ്പർലി. ദേ ക്യാൻ lie down on this properly. ചെറുത് വാങ്ങുന്നത് it's not very useful. So when you're getting a feeding pillow, make sure you get a one with this clip so that it stays properly, and also make sure the size is like enough, big enough. പിന്നെ there is a lot of brands, അങ്ങനെ specific brand കുഴപ്പമില്ല, but make sure that any brand you can get it, but it's just that make sure that this clip is there so that it stays properly. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇതില് ഈ ഔട്ടർ കവർ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു സിപ്പ് കൊടുത്തിട്ടുണ്ട്. സോ റിമൂവ് ചെയ്തിട്ട് വാഷബിൾ ആണ്. സോ ദാറ്റ്സ് ഓൾസോ നോട്ട് എൻ ഇഷ്യൂ. വേറെ കവർ ഓപ്ഷൻസ് ഒന്നും ഇല്ല. ദിസ് ഇസ് ഓൺലി കവർ ദാറ്റ് വി ഗെറ്റ്. വി ഡോണ്ട് ഹാവ് അതർ കവർ ഓപ്ഷൻസ് ഗിവൻ അലോങ് വിത്ത് ഇറ്റ്. ബട്ട് ഊരിയിട്ട് വാഷ് ചെയ്യാനൊക്കെ പറ്റുന്നത്. സോ ഇറ്റ്സ് എ വെരി വെരി യൂസ്ഫുൾ തിങ്. സോ മേക്ക് ഷുവർ യു ഗെറ്റ് ദിസ് എന്തായാലും. ഓക്കെ. പിന്നെ അടുത്ത സാധനമാണ് ഇത്. ഇതെന്താണെന്ന് എല്ലാവരും ലൈക്ക് അറിയുന്നുണ്ടാവും. ലൈക്ക് ഇറ്റ്സ് എ കാരിയർ നെസ്റ്റ്. ലൈക്ക് ഇതിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ നമുക്ക് ഇതിന്റെ അകത്ത് ലൈക്ക് ഇറ്റ് ഹസ് ഗോട്ട് സിപ്പ് ലൈക്ക് ഹിയർ. ഇതിങ്ങനെ റിമൂവ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ നമുക്ക് ഇതിന്റെ അകത്ത് കിടത്താം.
കിടത്തിയിട്ട് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ലൈക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴോ ലൈക്ക് ഹോസ്പിറ്റലിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് ക്യാരി ചെയ്യുകയാണെങ്കിൽ അതെപ്പോഴും ഭയങ്കര സേഫ് ആയിരിക്കും. ലൈക്ക് കുഞ്ഞിനെ നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ ഭയങ്കര സേഫ് ആയിരിക്കും. ഡയറക്റ്റ് ഹാൻഡ്സ് വെച്ചിട്ട് ഈ ടൈനി ഹ്യൂമൻസിനെ ഹോൾഡ് ചെയ്യുമ്പോൾ കുറച്ച് നമുക്കും ഒരു പേടി ഉണ്ടാവും, പിന്നെ അവർക്കും ചിലപ്പോൾ നമ്മൾ അമർത്തി പിടിക്കുകയൊക്കെ ചെയ്ത വേദന എടുക്കും. അപ്പൊ അതിനേക്കാൾ ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയ സാധനമാണ് ഇത്. ഇത് ഹോസൻ കിൻഡർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കാരിയർ നെസ്റ്റ് ആണ്. പിന്നെ ഇത് അതിന് യൂസ് ചെയ്യാം. അതല്ലാതെ ഇനിഷ്യലി ഇവിടെ നമ്മളെ കേസിൽ, ചന്തുവിന്റെ കേസിൽ ഇനിഷ്യലി കുറച്ച് നാൾ വരെ അവൻ ഇതിന്റെ അകത്ത് തന്നെയായിരുന്നു ഉറങ്ങിയത്. ബിക്കോസ് ഹി വാസ് ഫീലിംഗ് വെരി കംഫി ഇൻ ദിസ്. ഇതിന്റെ അകത്ത് നല്ല സുഖമായി ഉറങ്ങുമായിരുന്നു. ബിക്കോസ് അവർക്ക് കുറച്ച് നാൾ നല്ലൊരു ഒരു വാംത് ഫീൽ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ അകത്താകുമ്പോൾ അവർക്ക് മൊത്തത്തിൽ ഒരു കോസി ഫീൽ കിട്ടും. അത് ഇനിഷ്യലി നമുക്ക് പുതപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിനിങ്ങനെ കവർ ഉള്ളതുകൊണ്ട് തന്നെ പുതപ്പ് തട്ടി മുഖത്ത് വീഴുന്നുള്ളൊരു ടെൻഷൻ വേണ്ട. അപ്പം കുറെ നാൾ അവന് ഇതിൻ്റെ അകത്ത് തന്നെയായിരുന്നു ഉറങ്ങിയത്. പിന്നെ നമ്മൾ ഔട്ടർ പുറത്ത് ഉറക്കി ശീലിപ്പിച്ചു. ബിക്കോസ് ഇത് ശീലമായാലും പ്രശ്നമാണ്. സോ ഇനീഷ്യലി കുറച്ച് നാൾ കുഴപ്പമില്ല. പിന്നെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ആ ഒരു ഫ്യൂ ഡേയ്സ് നമുക്ക് കുറെ വിസിറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കേസസിൽ കുഞ്ഞിനെ നമ്മൾ ഇതിൻ്റെ അടുത്ത് കിടത്തുകയാണെങ്കിൽ ആർക്കെങ്കിലും എടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതോടുകൂടെ അത് എടുത്തോളും. അപ്പൊ അവര് തൊടും, അവര് പിടിക്കും എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. അത് വേറൊരു വലിയൊരു പ്ലസ് പോയിന്റ് കണ്ടത് ഞാൻ. പിന്നെ അതാകുമ്പോൾ അവര് വന്ന് കുഞ്ഞിന്റെ മുഖം മാത്രം കണ്ട് ഇൻ കേസ് അവർക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാം. നമുക്ക് നോ പറയാൻ പറ്റാത്ത കേസസ് ആണെങ്കിൽ ബെറ്റർ ഓൾവേസ് നോട്ട് ടു ലെറ്റ്സ് അതേഴ്സ് ക്യാരി ഓർ ടേക്ക് എ ബേബി. ബട്ട് നമുക്ക് നോ പറയാൻ പറ്റാത്ത കേസസ് ആണെങ്കിൽ ഈ ബാഗോട് കൂടി എടുത്തു കഴിഞ്ഞാൽ അവർ കുഞ്ഞായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നില്ല. സോ ഇറ്റ്സ് ഓൾവേസ് എ ഗ്രേറ്റ് ഓപ്ഷൻ. പിന്നെ ഇത് ക്യാരി ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു നോർമൽ ബെഡായി. സോ കുഞ്ഞിനെ നമുക്ക് ഇതിൽ ഡയറക്റ്റ്ലി കിടത്താനും യൂസ് ചെയ്യാം, അങ്ങനെ ഉപയോഗിക്കാം. സോ ഇറ്റ്സ് എ മൾട്ടിപർപ്പസ് തിങ്. ഇറ്റ്സ് ഓൾസോ വെരി യൂസ്ഫുൾ തിങ്. അപ്പോൾ ഓക്കെ, ഐ തിങ്ക് സോ ദാറ്റ്സ് ഇറ്റ്. So these are the things that I got for Chandu in the hospital bag. Pinne allade there was few things that I got for myself. എനിക്കും എമർജൻസി ആവശ്യം ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതിൽ ഒന്ന് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ആണ്. ഈ പാൻറ്റി സ്റ്റൈൽ ഡയപ്പറാണ് ഞാൻ വാങ്ങിയത്. ഇറ്റ്സ് എവർ ഈവ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ നോർമൽ ഓവർ പീരിയഡ് പാൻറ്റീസ്. ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഗെറ്റ് ഇറ്റ് ബിക്കോസ് നമുക്ക് ഇടാനും ഊരാനും ഒക്കെ എളുപ്പം ഈ സാധനമായിരിക്കും. നോർമൽ പാഡ് ആകുമ്പം ഇനീഷ്യലി എന്തായാലും ഒരു 2 monthsോളം നല്ല അത്യാവശ്യം ബ്ലീഡിങ് ഉണ്ടാവും. നല്ല ബ്ലീഡിങ് ഉണ്ട്, അത്യാവശ്യം ചെറിയ ബ്ലീഡിങ് ഉണ്ടാവും. അപ്പം പിന്നെ ഗ്രാജുവലി നമുക്ക് നോർമൽ ചെറിയ പാഡ്സ് യൂസ് ചെയ്യാം. ബട്ട് ഫസ്റ്റ് ഫ്യൂ ഡേയ്സിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഗെറ്റ് ദിസ് പീരിയഡ് പാഡ് സോ ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു വെയർ ആൻ എക്സ്ട്രാ അണ്ടർവെയർ ഓവർ ദി പാൻറ് ലൈക്ക് പാഡ്സ്. ഇതാണ് കംഫർട്ടബിൾ. സോ ഇതൊന്ന്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ബ്രസ്റ്റ് പാഡ്സ്. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. മേക്ക് ഷുവർ യു ഗെറ്റ് ഇറ്റ്. ഞാൻ ഫീഡിങ് പില്ലോ പറഞ്ഞ പോലെ തന്നെ ഉപകാരം ഉള്ള സാധനമാണ് ഇത്. ബിക്കോസ് വൺസ് യു സ്റ്റാർട്ട് ഫീഡിങ് യുവർ ബേബി നമ്മളെ ബ്രസ്റ്റിൽ നിന്ന് നിപ്പിളിൽ നിന്ന് മിൽക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ദർ ആർ ചാൻസസ് ദാറ്റ് യുവർ ഡ്രസ്സസ് ഗെറ്റ് വെറ്റ് വെരി ക്വിക്ക്ലി. ബിക്കോസ് ഫീഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പാല് വരും. അപ്പൊ പെട്ടെന്ന് ലീക്കേജ് ഉണ്ടാവും. അപ്പൊ നമ്മളെ ഡ്രസ്സൊക്കെ നമ്മൾ ഭയങ്കര വെറ്റ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടും. സോ ഈ സാധനം ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ലൈഫ് സേവർ. ഇതും അടിപൊളിയാണ്. ഇത് നമുക്ക് സാധാരണ സാനിറ്ററി പാഡ് പോലെ തന്നെ മെറ്റീരിയൽ ആണ്. ഇതിങ്ങനെ സ്റ്റിക്കർ വരച്ചിട്ട് നമ്മളെ ഫീഡിങ് ബ്രാൻഡ് അകത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ലീക്ക് ആവുന്ന സാധനങ്ങൾ ഇത് അബ്സോർവ് ചെയ്തോളും. അപ്പൊ നമ്മൾക്ക് ആ ഒരു വെറ്റ് ആവുന്നൊരു ടെൻഷൻ വേണ്ട. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഞാനിത് കുറെ വാങ്ങി. ശരിക്കും തന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. പറ്റുന്നതെന്നല്ല, ഡെയിലി യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു വെറ്റ് ആയിരിക്കും, നിങ്ങൾക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതൊന്ന്. പിന്നെ ഫ്രണ്ട് ഓപ്പൺ ഡ്രസ്സസ് കരുതാം. ഫ്രണ്ടിൽ ഇങ്ങനെ ഓപ്പൺ ഉള്ളത് അല്ലെങ്കിൽ 2 സൈഡിൽ സിപ്പ് ഓപ്പൺ ഉള്ളത് ഫീഡിങ്ങിന് എളുപ്പമായിരിക്കും. ഫുൾ ഓപ്പൺ ഡ്രസ് ഉണ്ടെങ്കിൽ വെക്കാം കയ്യിൽ. ബിക്കോസ് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ അവർക്ക് ഊരാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ അതായിരിക്കും ഈസി. പിന്നെ I think that's all. Yeah, I think that's it. So
So these are the things that I got for me, myself and my Chandu baby. അപ്പോൾ ഇതില് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങളിൽ ഒരുവിധം എല്ലാം എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ഈ സാധനമാണ് ഞാൻ അധികം യൂസ് ചെയ്യാത്തത്. ഇത് ഐ തിങ്ക് ഇറ്റ്സ് ഓൾവേസ് ബിക്കോസ് ഓഫ് ദി സൈസ് ഇഷ്യൂ. നോക്കാം, അറിയില്ല. I might get bigger ones later on, but as of now I'm going with like normal diapers. Disposable diapers ആണ് യൂസ് ചെയ്യുന്നത്. Maybe later on I might try. പിന്നെ ഈ സാധനം velcro swaddle. I don't know if I would suggest not to buy it because അത്ര എമർജൻസി ഒന്നും ഇല്ല. നോർമൽ സ്വാഡിൽസ് തന്നെ മതി. ലൈക്ക് ടൈറ്റ്ലി റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കുട്ടികൾ പുറത്തിറങ്ങി വരുമൊന്നുമില്ല. That's it. So I hope this video becomes useful to all the expecting moms and like who are waiting for the little human to arrive. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഡു ഷെയർ യുവർ ഫീഡ്ബാക്സ് ആൻഡ് എവറിഥിങ് through the comments. Thank you.